അപ്പോൾ പാത്രം കഴുകൽ ചില്ലറ ജോലിയല്ല. കഴിക്കുന്ന പാത്രത്തിൽ തീരില്ല. വിളമ്പുന്ന പാത്രം, വെക്കുന്ന പാത്രം, പിന്നെ പകർന്ന് വെക്കുന്ന പാത്രം, അങ്ങനെ നിര നീളും. ഈ പെടാപ്പാട് അറിയാത്ത, തിന്ന പാത്രം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നവർ മാത്രമാകും ബേബി സഖാവിനെ കളിയാക്കുന്നത്. പബ്ലിസിറ്റി സ്റ്റണ്ടിനെ ന്യായീകരിക്കാൻ വരല്ലേ എന്ന ചോദ്യമുള്ളവർക്ക് അക്കണ്ടത് അതല്ലെന്നും കാലാകാലങ്ങളായുള്ള പുള്ളിയുടെ ശീലമെന്നും ഇതിനകം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വ്യക്തമായി കാണും. ആ പാത്രം ഒരു ഇലക്ഷൻ കഥാപാത്രമല്ല എന്ന് ചുരുക്കം. ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. അപ്പോൾ അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും ചില ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗൃഹസമ്പർക്ക പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് CPM-ന്റെ നേതൃത്വം. കഴിഞ്ഞ ദിവസം ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഒരു വീട് സന്ദർശിക്കുകയും അവിടെ വെച്ച് താൻ ഭക്ഷണം കഴിച്ച പാത്രം അദ്ദേഹം കഴുകി വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി. ഇതിന് പിന്നാലെ രാഷ്ട്രീയ എതിരാളികൾ ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ നാടകം എന്നുള്ളതായിരുന്നു വിമർശകർ പറഞ്ഞത്. ഏതായാലും ആ വിഷയത്തിൽ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വെക്കണ ഏറ്റവും നല്ല കാര്യമല്ലേ? അത് ചില ആൾക്കാർ ട്രോളാക്കിയൊക്കെ എടുക്കും. അതൊക്കെ തെറ്റാണ്. ഒരാൾ ഒരു മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ നല്ലതെന്ന് പറയണം. അത് ഏറ്റവും നല്ല കാര്യമാണ്. ഗാന്ധിജി അത് തന്നെയല്ലേ പഠിച്ചിരിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞേക്കുന്നത് എന്തുവാ? കക്കൂസ് കഴിയിട്ടുണ്ട് ഗാന്ധിജി. പാത്രം കഴുകി കൊടുക്കുന്നത് നല്ല കാര്യമായിട്ടാണ് ചെയ്തേക്കുന്നത് ഗാന്ധിജി. അപ്പോൾ പിന്നെ പാത്രം കഴുകുന്നുണ്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അതാക്കേണ്ട കാര്യമല്ലോ. പുള്ളി ഒരു ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി നമ്മൾ സാധാരണക്കാരങ്ങൾ ചെയ്യേണ്ടത്. പുള്ളിയുടെ മാന്യത കാണിച്ചു തന്നതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും തർക്കിക്കണം. അത് കാര്യമില്ല. പുള്ളി കഴിച്ച ഭക്ഷണമല്ലേ? പുള്ളിയിലെ പാത്രം കഴിക്കേണ്ട, അല്ലാണ്ട് വേറെ ആൾക്ക് കഴിക്കേണ്ട കാശില്ല. അവനവൻ കഴിക്കണ പാത്രം അവനവൻ കഴുകണതിന് എന്താ കുഴപ്പം? വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമ്മൾ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്. ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് പോയാൽ ചെയ്താൽ അത്രയും നല്ലത്. വളർത്തു ഗുണമെന്ന് പറയും. നല്ല കാര്യമാണ്, ചെയ്യണം. ഞാനങ്ങനെ ചെയ്യണ ആളാണ്. നമ്മളുണ്ട പാത്രം കഴുകാൻ ഞാൻ എൻ്റെ പാത്രം ഞാൻ കഴിച്ചത് ഞാൻ തന്നെ കഴുകും. എൻ്റെ ബന്ധു വീട്ടിൽ പോയാൽ മാത്രം കഴുകാണ്ടിരിക്കുള്ളൂ. കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും എവിടെ പോയാലും ഞാൻ എൻ്റെ പാത്രം കഴുകി വെക്കും. ഹോട്ടലിൽ പോയി കഴിച്ചാലും എൻ്റെ പാത്രം എടുത്തുകൊണ്ട് പോകും ഞാൻ. മറ്റുള്ളവർ ഞാൻ നോക്കൂല. അപ്പോൾ അവർ പറയും അവിടെ വെച്ചേക്കെന്ന് പറയും. ഞാൻ പറയില്ല, ഞാൻ വീട്ടിലത് ശീലിച്ചതാണ്, ഞാനത് ചെയ്യുള്ളൂ. അപ്പോൾ അത് തെറ്റില്ല. അതൊരു നല്ല ഒരു മനസ്സിനുടമായത് കൊണ്ടിട്ടാണ് അത് ചെയ്തത്. അതിനൊരു തെറ്റില്ല. നമ്മൾ കഴിക്കണ പാത്രം നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും കഴുകുമോ? അത് പണ്ടേ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലോ. സ്വന്തം പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം. അവനവൻ കഴിക്കുന്ന പാത്രം കഴുകി വെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പൊതുജനം ചോദിക്കുന്ന ചോദ്യം. MA ബേബിയെ അങ്ങനെ കണ്ട് പരിഹസിക്കേണ്ട എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം.